ചിലർ പറയുന്നത് എൻ്റെ ജീവിതത്തിൽ നിന്ന് കഷ്ടം ഒഴിയത്തില്ലെന്ന്. ഒഴിയുമെന്നേ, എന്നും കഷ്ടതയല്ല. ഓർക്കുക, വിത്ത് ചുമന്ന് കണ്ണുനീരോടെ ഞാൻ ഇന്ന് വിതയ്ക്കുക. ഒരാർപ്പിൻ്റെ ധ്വനി എൻ്റെ കൂടാരത്തിൽ വെളിപ്പെടും. ആമേൻ. ഒരാർപ്പിൻ്റെ ധ്വനി എൻ്റെ തലമുറയിൽ വെളിപ്പെടും. ദൈവത്തിൻ്റെ ഏഴാത്മാവും 7 നക്ഷത്രവുമുള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നിനക്കൊരു പേരുണ്ട്, ജീവനുള്ളവൻ, എങ്കിലും നീ മരിച്ചവനാകുന്നു. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഞാൻ നിന്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. നമ്മെ വിളിച്ചത് എന്നും കഷ്ടതയിൽ കിടക്കാനല്ല, ക്രിസ്തു യേശുവിൽ നിത്യ തേജസ്സിനായി വിളിക്കപ്പെട്ടവരായി ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ഒരു നല്ല നാളെയുണ്ട്, ഒരു നല്ല സുദിനമുണ്ട്. കഷ്ടങ്ങളില്ലാത്ത, നഷ്ടങ്ങളില്ലാത്ത നിത്യ തേജസ്സിൽ നാം വാഴുന്ന ഒരു ദിവസം നമ്മുടെ മുമ്പിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ നല്ല അനുഭവത്തിലേക്ക് പോകുവാൻ സഭയോട് കർത്താവ് സംസാരിക്കുകയാണ്. ആമേൻ. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു.